ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരനുമായിട്ടാണ്. മുരിങ്ങയിലയും കോഴിമുട്ടയും വെച്ച് റെഡിയാക്കിയെടുക്കുന്ന ഈ തോരൻ അധിക പേർക്ക് അറിയാമായിരിക്കും അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഴയ കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകാറില്ലേ ഈ ഒരു തോരൻ, അത് തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയാക്കി നോക്കണം. മുരിങ്ങയില ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിച്ചു പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഊറ്റി വെച്ചതാണ്. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അധിക നേരം ഇട്ട് വാട്ടരുത്, അതിൻ്റെ പോഷകഗുണങ്ങളൊക്കെ മാറുന്നതാണ്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലുള്ള ഭാഗം ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അല്പം ഉപ്പ് ചേർക്കാം. ഇനി എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ആദ്യം നടുവിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മുരിങ്ങയില തോരൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. മുരിങ്ങയില കഴിക്കാത്തവർ പോലും ഇങ്ങനെ കഴിച്ചു പോകും. മുരിങ്ങയിലയിൽ ഒരുപാട് വിറ്റാമിനുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു തോരൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ ഒരു തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത്